ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം അതിൽ നമുക്ക് വേണ്ടത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എവർ യൂത്തിൻ്റെ വാൾനട്ട് സ്ക്രബാണ്. അത് ഭയങ്കര എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ്. അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു അലോവേര ജെല്ല്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു അലോവേര ജെല്ലും കൂടിയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും വേണ്ട ഈ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. അതിലേക്ക് നമ്മളുടെ എവർ യൂത്തിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് എന്ന് പറയുന്നത് എവർ യൂത്തിൻ്റെ ഈ ഒരു വാൾനട്ട് സ്ക്രബാണ്. അപ്പോൾ അത് കുറച്ച് നമുക്ക് ഈ ഒരു കോഫി പൗഡറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് അലോവേര ജെല്ല്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അലോവേര ജെല്ല് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലും എടുക്കാം. നമുക്കതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളുടെ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് അത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് 3ഉം കൂടെ വരുമ്പോഴുള്ളൊരു നമുക്ക് ഏകദേശം ഒരു അലോവേര ജെല്ല് നമുക്കതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സാവും. പിന്നെ സ്ക്രബും അതുപോലെ തന്നെ വാൾനട്ട് സ്ക്രബും അതുപോലെ തന്നെ കോഫി പൗഡറിനും ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് സ്ക്രബ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു പാക്കും കൂടിയായിട്ട് നമ്മൾ ആഫ്റ്റർ സ്ക്രബ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഫേസിൽ അതുപോലെ തന്നെ നെക്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടത് ഓൾ ഓവർ ദ ബോഡി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചൊരു പോർഷൻ എടുത്തിട്ടുള്ളൂ എൻ്റെ ഫേസിലേക്കും നെക്കിലേക്കും വേണ്ടി മാത്രം. അപ്പോൾ നമ്മളത് ഫുള്ള് നമ്മൾ ഒരു അൺഡ്രൈ ഏരിയ നമ്മളൊന്ന് വിടുക. ആ ഭാഗം നമുക്ക് കുറച്ച് സോഫ്റ്റ് സ്കിൻ ആയതുകൊണ്ട് അതിനുശേഷം നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നെക്കിലാവുമ്പോൾ മസാജ് ചെയ്യേണ്ടത് നമുക്ക് സൈഡിലൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. നെക്കിൽ അതുപോലെ തന്നെ മേലേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ കവിള്, അതുമാതിരി ഫോർഹെഡ്, പിന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ചെറിയ ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് ഈ ഒരു സ്ക്രബിനെ അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നന്നായി ആ ജോ ലൈൻസും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതെന്നും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ കൂടെ ആ ജോ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ജോ ലൈൻ നല്ല പ്രിസൈസ് ആയിട്ട് വരും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആദ്യം കുറച്ചൊരു ജെൻറ്റിലല്ല, കുറച്ചുകൂടെ നല്ലൊരു മസാജ് കൊടുക്കുക. കാരണം ഓൾറെഡി നമ്മൾ സ്ക്രബ് ഇട്ടിട്ടുള്ളതാണ്. അണ്ടർ ഏരിയയിൽ മാത്രം ഒരു ജെൻറ്റിൽ മസാജും കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് അത് അവിടെ തന്നെ ലീവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ്സിന് ശേഷം നമ്മൾ പാക്ക് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ അത് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ടുള്ള ഫേസാണ് നിങ്ങളീ കാണുന്നത്. നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു ഹെഡ്സൊക്കെ റിമൂവായിട്ട്. അങ്ങനെ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സീറം ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഷീറ്റ് മാസ്ക്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷീറ്റ് മാസ്ക്സ് ആണ്. വിറ്റാമിൻ സി ഫുള്ള് നല്ലതായിട്ട് സീറം ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സീറമൊക്കെ ആ ഷീറ്റ് മാസ്ക് കഴിഞ്ഞിട്ട് നിറയെ കവറിലുണ്ടാവും. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്യുക. നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതായത് അതിലുള്ള ബാക്കിയെല്ലാം ആ ഒരു ഷീറ്റ് മാസ്കിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തവർക്ക് അറിയാം അതിൻ്റെ അത് ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷീറ്റ് മാസ്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഒരു ഫോൾഡ് ചെയ്ത രീതിയിലായിരിക്കും അതിലുണ്ടാവുക. അത് പതുക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുക. കീറിപ്പോവാത്ത രീതിയിൽ പതുക്കെ ഓപ്പൺ ചെയ്യുക കേട്ടോ.
ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കത് കറക്റ്റ് നമ്മളുടെ ഫേസിൻ്റെ ഷേപ്പിൽ അത് അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ഷീറ്റ് മാസ്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് പതുക്കെ നമ്മൾ സീറമൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഈ ഷീറ്റ് മാസ്ക് വെച്ച് കൊടുക്കാം. പ്രോപ്പറായിട്ട് വെക്കുക. അതായത് നമ്മളുടെ ആ മൂക്കിൻ്റെയും പിന്നെ ആ ക്യൂപിഡ് ബോൺസിൻ്റെയും ചുണ്ടിൻ്റെയൊക്കെ ആ ഒരു ഏരിയ ഒന്ന് കറക്റ്റ് ചെയ്യുക. ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് സെറ്റായിട്ട് വരും. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. അത് കഴിഞ്ഞ് നമുക്ക് അത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നമ്മുടെ എന്താണോ പണികളോ ബാക്കി കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇത് നമ്മളുടെ ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതവിടെ പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഏരിയ നമുക്കത് കറക്റ്റ് പ്രസ്സായിട്ടില്ലെങ്കിൽ അത് നമ്മൾ നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കവറിൽ ബാക്കി സീറം ഉണ്ടാവും. എങ്ങനെ പോയാലും അത് എടുത്തു കഴിയുമ്പോൾ കുറച്ച് സീറം ഉണ്ടാവും. അത് വേസ്റ്റ് ചെയ്യണ്ട. അത് നമുക്ക് ഫേസിലും ഈ ഷീറ്റ് മാസ്കിൻ്റെ മേലെ കൂടിയും അല്ലെങ്കിൽ നെക്കിലും അതുപോലെ തന്നെ കയ്യിലോ ഞാനത് മാക്സിമം ലാസ്റ്റ് ഡ്രോപ്പ് വരെ എടുത്തിട്ട് ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അത് അത്രയും നല്ലൊരു സീറമാണ് നമുക്കതിലുണ്ടാവുക. വിറ്റാമിൻ സി സീറം യൂസ് ചെയ്തവർക്കറിയാം, പ്രത്യേകിച്ച് ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സീറം. അപ്പോൾ ഇനി അത് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് അത് ലീവ് ചെയ്യാം. അതിനുശേഷം നമുക്കത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷൻ നമ്മളുടെ ഫേസിൽ നമുക്ക് ഫീൽ ചെയ്യും. എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഗ്ലോ, ഒരു ബ്രൈറ്റനിങ് അത് നന്നായിട്ട് മനസ്സിലാവും. കണ്ടോ, അത് വാഷ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ഫേസാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്ലോ നന്നായിട്ട് ഫീലാവും. ഫേസ് വാഷൊന്നും യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത്, ചുമ്മാ നമുക്ക് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യാം. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം വിറ്റാമിൻ സി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ മസ്റ്റാണ്, മോയ്സ്ചറൈസറും മസ്റ്റാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒരുമിച്ചാണ് ചെയ്യുക. എനിക്ക് ലെയർ ഓൺ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എനിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. അപ്പോൾ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി. ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ BB ക്രീമോ കോമ്പാക്റ്റോ എന്തെങ്കിലും ഇടണമെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലാണ് ഇടാറ് നോർമലി. ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൺസ്ക്രീനും ഇതും കൂടെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് കമൻസിൽ നിങ്ങളുടെ ഇത് അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പം കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ. ബൈ.